നമസ്കാരം. പ്രധാന വാർത്തകൾ. പോളിംഗ് നീണ്ടത് വടകരയിൽ മാത്രമെന്ന് സഞ്ജയ് കൗൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് വൈകിയെന്ന ആരോപണത്തിൽ മറുപടിയുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ. വടകര മണ്ഡലത്തിലെ മാത്രമാണ് പോളിംഗ് നീണ്ടത്. ഇന്നലെ ഉത്തര കേരളത്തിൽ നല്ല താപനിലയാണ് രേഖപ്പെടുത്തിയത്. ചൂട് കാരണം ആളുകൾ ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് ബൂത്തിലേക്ക് എത്തിയത്. ബീപ് ശബ്ദം കേൾക്കാൻ വൈകിയെന്ന പരാതി ഇതുവരെ കിട്ടിയിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ബോധപൂർവമായ ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല. പരാതി കിട്ടിയാൽ ഉറപ്പായും പരിശോധിക്കുമെന്നും ചിലയിടങ്ങളിൽ വോട്ട് ചെയ്യാൻ സമയം കൂടുതൽ എടുത്തുവെന്നും സഞ്ജയ് കൗൾ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഇതുവരെ 71.16% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. വീട്ടിലെ വോട്ടും തപാൽ വോട്ടും ചേർക്കാതെയാണ് പുതിയ കണക്ക്. ഇതിൽ ഇനിയും മാറ്റം വരാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തൂണിളകി ദേഹത്ത് വീണ് 14-കാരൻ മരിച്ചു. തലശ്ശേരിയിൽ കൽത്തൂണിളകി വീണ് 14-കാരൻ മരിച്ചു. പാറൽ സ്വദേശി ശ്രീനികേതാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. ഊഞ്ഞാൽ കെട്ടിയ കൽത്തൂൺ ഇളകി ദേഹത്ത് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ശ്രീനികേതിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അധ്യാപകരായ മകേഷിന്റെയും സുനിലയുടെയും മകനാണ് ശ്രീനികേത്. കൂടുതൽ പറയിപ്പിക്കരുത്. ഞാൻ വാ തുറന്നാൽ പത്മജ പുറത്തിറങ്ങി നടക്കില്ല. പത്മജയെ വെല്ലുവിളിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ. BJPയിൽ പോകുമെന്ന പത്മജയുടെ വാക്കുകളെ രാജ്മോഹൻ ഉണ്ണിത്താൻ തള്ളി. എന്റെ അച്ഛൻ K കരുണാകരനല്ല, മരിക്കും വരെ ഞാൻ കോൺഗ്രസുകാരനായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്മജ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നു പറയാൻ തുടങ്ങിയാൽ പത്മജ പുറത്തിറങ്ങി നടക്കില്ല. 1973 മുതലുള്ള ചരിത്രം ഞാൻ വിളിച്ചു പറയും. ആ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് താനെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചു. കൂടാതെ പത്മജ വേണുഗോപാൽ പരസ്യ സംവാദത്തിന് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വോട്ട് ചെയ്തത് 715 പേർ. വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയത് 719. രേഖപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ വോട്ട് വോട്ടിംഗ് യന്ത്രത്തിൽ കാണിച്ചതായി പരാതി. പാല കടനാട് പഞ്ചായത്തിലെ 75 നമ്പർ ബൂത്തിലാണ് വോട്ട് വ്യത്യാസമുണ്ടായത്. വോട്ട് ചെയ്തവരുടെ എണ്ണവും മെഷീനിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് പരാതി. വോട്ട് ചെയ്തത് 715 പേർ എന്നാണ് കണക്ക്. എന്നാൽ മെഷീനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 719 വോട്ടുകളാണ്. ഇതേ തുടർന്നാണ് LDFും UDFും പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകിയത്. വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടന്നെന്ന് UDF LDF ബൂത്ത് ഏജന്റുമാർ പരാതിപ്പെട്ടു. ഈ പരാതി വരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ ബൂത്ത് ഏജന്റുമാരെ അറിയിച്ചു. മിക്ക പോളിംഗ് സ്റ്റേഷനുകളിലും തിരഞ്ഞെടുപ്പ് വൈകിയതിൽ ആക്ഷേപവുമായി UDF രംഗത്തെത്തിയിട്ടുണ്ട്. കുറവ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതിലൂടെ മിക്കയിടത്തും പോളിംഗ് മന്ദഗതിയിലായിരുന്നുവെന്നും വ്യാപക ആക്ഷേപമുയർന്നു. SME രോഗികളായ 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ മരുന്ന് വിതരണം മാതൃകയായി കേരളം. അപൂർവ രോഗമായ സ്പൈനർ മസ്കുലർ അട്രോഫി അസുഖം ബാധിച്ച 12 വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ മരുന്ന് വിതരണം ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നൽകിയിരുന്ന മരുന്നാണ് 12 വയസ്സുവരെ ആക്കിയത്. ആദ്യഘട്ടത്തിൽ 10 കുട്ടികൾക്കാണ് വില കൂടിയ മരുന്ന് നൽകിയത്. ഇതുവരെ 57 കുട്ടികൾക്കാണ് മരുന്ന് നൽകിയത്. 12 വയസ്സുവരെ ചികിത്സ ഉയർത്തുമ്പോൾ 23 കുട്ടികൾക്കും കൂടി മരുന്ന് നൽകാവുന്നതാണ്. നവകേരള സദസ്സിനിടെ SME ബാധിതയും കോഴിക്കോട് സ്വദേശിയുമായ സിഹ മെഹറിൻ തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നതിനിടെയാണ് അപൂർവ രോഗത്തിനുള്ള മരുന്ന് വിതരണം 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ലഭ്യമാക്കിയാൽ സഹായകരമാണെന്ന് പറഞ്ഞത്. നട്ടലിന്റെ വളവ് പരിഹരിക്കുന്നതിനുള്ള സൗജന്യ ശസ്ത്രക്രിയ ആദ്യമായി നടത്തിയത് സിയ മെഹറിനിലാണ്. ഇക്കാര്യം പരിശോധിച്ച നടപടിയെടുക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് മന്ത്രി വീണ ജോർജ് സർക്കാർ തലത്തിൽ ചർച്ച ചെയ്ത് 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും സൗജന്യ മരുന്ന് നൽകാൻ കഴിഞ്ഞ മാസം തീരുമാനമെടുത്തത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് അപൂർവ രോഗത്തിനുള്ള മരുന്നുകൾ സർക്കാർ തലത്തിൽ സൗജന്യമായി നൽകാൻ ആരംഭിച്ചത്. സംസ്ഥാനത്ത് 6 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് 1.5 വർഷത്തിലേറെയായി സൗജന്യ മരുന്ന് നൽകി വരുന്നുണ്ട്. ഒരു ഡോസിന് 6 ലക്ഷത്തോളം രൂപ വരുന്ന 600 യൂണിറ്റോളം റിസ്ഡിപ്ലാം മരുന്നാണ് ഇതുവരെ നൽകിയത്. ഈ കുട്ടികളെല്ലാം തന്നെ രോഗം ശമിച്ച് കൂടുതൽ ബലമുള്ളവരും കൂടുതൽ ചലനശേഷിയുള്ളവരുമായി മാറിയിട്ടുണ്ട്. 6 വയസ്സിന് മുകളിൽ പ്രായമുള്ള അപൂർവ രോഗം ബാധിച്ച കുട്ടികൾക്ക് നട്ടൽ വളവും ശ്വാസകോശത്തിന്റെ പ്രവർത്തനക്ഷമതയിൽ വരുന്ന കുറവും ചലനശേഷിയിൽ വരുന്ന കുറവുമെല്ലാം വളരെയേറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. അങ്ങനെയാണ് ഈ കുട്ടികൾക്കും ഘട്ടം ഘട്ടമായി മരുന്ന് നൽകി ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ അധിക സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്ത് 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും മരുന്ന് വിതരണം ആരംഭിച്ചത്.